ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ബുക്ക് ക്ലബ് ബൈ ആമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ആമി. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നതിലെ ഭാഗം 14 വരെ ആയിരുന്നു നമ്മൾ ഇതുവരെ വായിച്ചത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഭാഗം 15 ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ വളരെ അധികം എഫേർട്ട് ഇട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ എഡിറ്റിങ്ങും എല്ലാം കുറച്ചേറെ മണിക്കൂറുകൾ, ചിലപ്പോൾ ഒരു ദിവസം 1.5 ദിവസത്തോളം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അന്നേരം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ, അതായത് നമ്മളെ വീഡിയോ കാണുന്നവരാരും നമുക്ക് കമന്റോ ലൈക്കുകളോ ഒന്നും തരാറില്ല കേട്ടോ. അത് വളരെയധികം നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. ഇത്ര അധികം എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഫലം ഇല്ല എന്ന് പറയുമ്പം അത് വളരെ അധികം നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. പിന്നെ ചിലവരുടെ കമന്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ കുറേ സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 നോവലുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫ്രണ്ട് സീനത്താണെന്നാണെന്ന് തോന്നുന്നു യൂസർ ഐ ഡി കണ്ടത്. അത് നനയുവാൻ ഞാൻ കടലാവുന്നു, അത് വായിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം, വായിക്കാം. അതുപോലെ റാം കെയർ ഓഫ് ആനന്ദി വായിക്കാമോ എന്ന് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ നോക്കിയിട്ട് പാരലായിട്ട് വായിക്കാൻ നോക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. അതായത് എൻ്റെ വീഡിയോസ് കാണാതിരുന്നപ്പോൾ തിരക്കിയ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുവിധം ഞാനിപ്പം ഒരുവിധം അസുഖങ്ങളൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തതിൻ്റെ ബ്രീത്തിങ് പ്രോബ്ലം ആയിരുന്നു. എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല വീസിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതായി പോയതാണ്. അന്നേരം വളരെയധികം നന്ദി. ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ പോലെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വായിച്ചു തുടങ്ങാം. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്. റൂമിലെത്തിയ പാടെ സാക്ഷി പിറകെ നടന്ന് ചോദിച്ച ചോദ്യങ്ങളൊന്നും അവൾ കേട്ടില്ലെന്ന് നടിച്ചു. ഡ്രസ്സ് പോലും മാറാതെ ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്ത് തണുപ്പിനെ അതുപോലെ ദേഹത്തോട് ചേർത്ത് ഈ നഗരത്തിൽ വന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവൾ സുഖമായി ഉറങ്ങി. എന്നിട്ടെന്താ, രാവിലെ ഒരു 6 മണിയായപ്പോൾ കയറി വന്ന് കിടക്കുന്ന കിടപ്പാണിത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന അശ്വിനിയോട് സാക്ഷി ഇന്നലത്തെ സംഭവങ്ങൾ വിവരിക്കുന്നത് കേട്ടാണ് അതിഥി പിറ്റേന്ന് ഉറക്കമുണർന്നത്. ഇന്നലത്തെ ചായകുടിയുടെ ഹാങ് ഓവറൊക്കെ മാറിയോ? സമയം എന്തായി എന്ന് വല്ല ബോധവുമുണ്ടോ? അതിഥി കണ്ണു തിരുമ്മി ക്ലോക്കിലേക്ക് നോക്കി. അയ്യോ, 1 മണിയോ? നീ എന്താണ് വിളിക്കുന്നത്? അതിഥി പുതപ്പ് മാറ്റി ചാടി എഴുന്നേറ്റു. ദേ, ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. 1000 വട്ടം വിളിച്ചു. നീ എഴുന്നേൽക്കാത്തത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിച്ചില്ല. സാക്ഷി പരിഭവത്തോടെ പറഞ്ഞു. സാരമില്ല, നമുക്ക് വിശ്രമമായി ലഞ്ച് കഴിക്കാൻ പോവാം. ഞാനൊന്ന് ബ്രഷ് ചെയ്ത് വരാം. ഒരു ധൃതിയുമില്ല, ലഞ്ച് കഴിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്ന് രാവിലെ എന്ത് നടന്നുവെന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ട് മതി ബാക്കി പരിപാടികൾ. അശ്വിനിയും സാക്ഷിയെ പിന്താങ്ങി. എന്തുണ്ടാവാൻ, ഞങ്ങൾ പോയി ചായ കുടിച്ചു വന്നു. ഓഹോ, ഒന്നും സംസാരിച്ചില്ലേ? വെറുതെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചു. വീട്ടിലെ വിശേഷം, ജോലി, അതൊക്കെ തന്നെ. ഇനി എന്നും ഈ സംസാരം ഉണ്ടാവോ? അശ്വിനി ചിരിച്ചു. തീരുമാനിച്ചിട്ടില്ല, തീരുമാനമാകുമ്പോൾ അറിയിക്കാം. അതിഥി ബ്രഷും പേസ്റ്റുമായി ബാത്റൂമിലേക്ക് നടന്നു. ഞാൻ രാത്രി ഫോൺ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ഇവിടെ എന്ത് ബഹളമായിരുന്നു. അവളിപ്പോൾ മതിൽ ചാടിയപ്പോൾ ആർക്കും ഒന്നും ചോദിക്കേണ്ട, അറിയണ്ട. നീ തന്നെയല്ലേ അവളെ മതിൽ ചാടിച്ചേ? നീ വിഷമിക്കേണ്ട, ഇവളെ നമുക്ക് പിടിക്കാം. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ആരോടുമില്ലാതെ ഒച്ച വെച്ചുകൊണ്ടിരുന്ന സാക്ഷിയെ അശ്വിനി ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. ലഞ്ച് കഴിഞ്ഞ് സാക്ഷി അശ്വിനിക്കൊപ്പം കല്യാണ ഹാൾ ബുക്ക് ചെയ്യാനും ഫുഡ് മെനു സെറ്റ് ചെയ്യാനുമായി പുറത്തുപോയി. കൂടെ പോവാൻ അവർ നിർബന്ധിച്ചെങ്കിലും ഉറക്കം ശരിയാവാത്തതിന്റെ തലവേദന കൊണ്ട് അതിഥി ഒഴിഞ്ഞുമാറി. വീണ്ടും ബെഡിലേക്ക് വീണു. അവൾ ഫോൺ ഓൺ ചെയ്തു. അമ്മയുടേതും ലേയുടെയും മിസ് കോളിനൊപ്പം ശരണ് 2 തവണ വിളിച്ചിട്ടുണ്ട്. പുലർച്ചെ അവൻ പറഞ്ഞത് സത്യമാവാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് തോന്നി. നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ ഓർമ്മയുള്ളൂ. അവൾ മിസ് കോളിലേക്ക് മാറി മാറി നോക്കി. അവസാനം അമ്മയെ തിരിച്ചു വിളിച്ചു. നീ എന്തിനാ ആ ഫോൺ കൊണ്ടു നടക്കുന്നത്? വിളിച്ചാൽ എടുത്തുകൂടെ? എന്നത്തെയും പോലെ ചീത്തവിളിയിൽ നിന്നുമാണ് സംസാരം ആരംഭിച്ചത്. പക്ഷേ ഈ തവണ തെറ്റ് അവളുടെ ഭാഗത്തായതിനാൽ അവൾ തർക്കത്തിന് നിന്നില്ല. എനിക്ക് വയ്യായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി. എന്തേ, നീ രാത്രി തല കുളിച്ചോ? പെട്ടെന്ന് വയ്യാതെയാവാൻ? അമ്മയുടെ സ്വരത്തിൽ പരിഭ്രമം കലർന്നു. ലോകത്തുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മക്കൾ അടുത്തില്ലാതെയാവുമ്പോൾ അവരുടെ ഓരോ വയ്യായ്മകളിലും കൂടുതൽ വേദനിക്കുന്നതും ഉറക്കമില്ലാതെയാവുന്നതും അമ്മമാർക്കാണ്. അതിന് മാത്രം ഒന്നുമില്ല അമ്മ, ചെറിയൊരു തലവേദന, അത്രേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചു നേരം കിടന്നു.
അവൾ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു. ഞാൻ ആന്റിയോട് വരാൻ പറയണോ? അയ്യോ, ഒന്നും വേണ്ട, ഇവിടെ സാക്ഷിയുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് എന്തായാലും ഒരു 10 തവണയെങ്കിലും അമ്മ ഇനിയും വിളിക്കുമെന്ന് ഫോൺ കട്ട് ചെയ്തപ്പോഴേ അവൾക്ക് ഉറപ്പായിരുന്നു. നെറ്റ് ഓൺ ചെയ്തപ്പോൾ വാട്സപ്പിൽ വന്ന ആദ്യത്തെ മെസ്സേജ് ശരണ്യന്റേതായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവുകയാണ്, രാത്രി എത്തിയിട്ട് വിളിക്കാമെന്ന അവന്റെ മെസ്സേജിന് അവൾ ഒരു സ്മൈലി മാത്രം മറുപടി അയച്ചു. ഒരു രാത്രി കൊണ്ട് തന്നെ തന്റെ കാര്യങ്ങളെല്ലാം മാറിയതുപോലെ അവൾക്ക് തോന്നി. തനിക്കൊപ്പം ഇരിക്കാനും സംസാരിക്കാനും കാത്തിരിക്കുന്ന ഒരാൾ ഉണ്ടാവുക എന്നത് ഭാഗ്യമാണോ വീർപ്പുമുട്ടലാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്കപ്പോൾ സാധിച്ചില്ല. പക്ഷേ രാവിലത്തെ മിസ് കോളുകളും മെസ്സേജുകളും ഇതുവരെയുണ്ടായ ജീവിതത്തിൽ നിന്നും എന്തോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അമ്മ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ കാണാൻ ഹോസ്റ്റലിലേക്ക് വരാനൊരുങ്ങിയ ആന്റിയെ താൻ വൈകുന്നേരം ഫ്ലാറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവൾ ഒരുവിധം കൺവിൻസ് ചെയ്തു. എടോ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, നീ ഇന്ന് രാവിലെ അല്ലേ ഇവിടുന്ന് പോയത്? ശരണ്യന്റെ വാട്സാപ്പ് മെസ്സേജിന് എന്ത് മറുപടി നൽകണമെന്നറിയാതെ അവൾ കുഴങ്ങി. അതെന്താ, ഒരു ദിവസത്തിൽ 2 തവണ എനിക്ക് നിന്നെ കാണാൻ പാടില്ലേ? നീ ഇപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയല്ലേ, തൽക്കാലം അവിടെ ഇരിക്കെ. ഞാൻ രാത്രി ആന്റിയുടെ വീട്ടിൽ പോകും, നാളെ കാണാം. നാളെ പുറത്തു വരുമോ? ആ, വരാം. ഇത്രയും കാലം ഞായറാഴ്ചകൾ അവൾക്ക് ഉച്ചവരെയുള്ള ഉറക്കവും സാക്ഷിയുടെ ക്ലീനിങ് ക്ലാസ്സുകളും വൈകുന്നേരത്തെ പാർക്ക് നടത്തവുമായി ഏറെക്കുറെ ശാന്തമായിരുന്നു. പെട്ടെന്നൊരു ദിവസം കൊണ്ട് അതെല്ലാം മാറിയിരിക്കുന്നു. ആ മാറ്റം സന്തോഷം തരുന്നുണ്ടെങ്കിൽ പോലും മറ്റെന്തൊക്കെയോ ഒപ്പം നഷ്ടപ്പെടുന്ന പോലെ. ഓരോന്നാലോചിച്ച് ഫുട്പാത്തിലൂടെ ആന്റിയുടെ ഫ്ലാറ്റിലേക്ക് നടന്നുകൊണ്ടിരുന്ന അവളെ ശാലു പിറകിൽ നിന്നും വിളിച്ചു. ചേച്ചി നിക്ക്, ഞാനും വരുന്നു. നീ എവിടെ പോയതാ? മെഡിക്കൽ ഷോപ്പ് വരെ, അച്ഛന് സുഖമില്ല, മരുന്ന് മേടിക്കാൻ. അവളുടെ സ്വരത്തിൽ കിതപ്പുണ്ടായിരുന്നു. അച്ഛൻ എന്ത് പറ്റിയെന്ന സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് തോന്നിയില്ല. മനസ്സിൽ തട്ടിയില്ലെങ്കിൽ പിന്നെ സുഖമാണോ എന്ന ചോദ്യത്തിൽ പോലും ഒരുപാട് സുഖമില്ലായ്മകൾ ഉണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലും 100 വട്ടമെങ്കിലും മരവും ചൂടുവെള്ളവും കൊടുക്കാനും ആവി പിടിക്കാനുമായി ആന്റി അങ്കിളിനടുത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. ലോകത്തെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണോ? തന്നോട് എന്തൊക്കെ ചെയ്താലും എത്ര വേദനിപ്പിച്ചാലും അവരൊന്ന് കിടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ മറന്ന് ഉറക്കമില്ലാതെ അവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്നത്? സഹതാപത്തേക്കാൾ അവൾക്ക് ആന്റിയോട് ദേഷ്യമാണ് തോന്നിയത്. കുറച്ചൊക്കെ ധൈര്യവും നിലപാടുകളും ആന്റി ജീവിതത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ ശാലുവിനെങ്കിലും ഈ അവസ്ഥ വരില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും സംസാരിക്കാതിരിക്കാൻ വയ്യാത്ത ആരെയാണ് ചേച്ചിക്ക് കിട്ടിയേ? പൊതുവെ ഫ്ളാറ്റിൽ വന്നാൽ ബാൽക്കണിയിൽ പോയിരുന്ന കാഴ്ചകൾ കൊണ്ടുകൊണ്ടിരുന്ന അതിഥി അന്ന് ഫോൺ താഴെ വെക്കാതെ ശരണ്യ മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ട് ശാലു ചോദിച്ചു, ആരെ കിട്ടാൻ? ഇത് ഓഫീസിലെ ഒരു കാര്യമാണ്. ആ, അത് മെസ്സേജ് വായിക്കുമ്പോഴുള്ള മുഖത്തെ ചിരി കണ്ടപ്പോഴേ മനസ്സിലായി. ഓഹോ, അങ്ങനെ പ്രത്യേക ചിരികളൊക്കെ ഉണ്ടോ? ഈ ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്തെ ഫ്ലാറ്റിലോട്ട് നോക്കുമ്പോഴുള്ള മാഡത്തിന്റെ ചിരി പോലെ ആയിരുന്നു ഇതും. അതിഥി പിടിക്കപ്പെടാൻ തയ്യാറായിരുന്നില്ല. എന്ത് പറഞ്ഞാലും ഇത് പറഞ്ഞിന്റെ വായ അടുപ്പിച്ചോളുമല്ലോ. സാരമില്ല, ഞാൻ പിടിച്ചോളാം. ശാലു പരിഭവിച്ച് അകത്തേക്ക് പോയി. പിറ്റേന്ന് ശരണ്യയുടെ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സാക്ഷി മുഖം വീർപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിന്നെ ഇപ്പോൾ സംസാരിക്കാൻ പോലും കിട്ടുന്നില്ലെന്ന അവളുടെ പരാതിയും പിണക്കവും ഒക്കെ തീർത്തു കിടന്നപ്പോഴേക്കും ഒരുപാട് വൈകി. രാവിലെ ശക്തിയായി കതവിനാരോ തട്ടുന്നത് കേട്ട് സാക്ഷി ഡോർ തുറന്നു. റൂമിലേക്ക് ഇടിച്ചു കയറി കയ്യിലുണ്ടായിരുന്ന ട്രാവൽ ബാഗ് നിലത്തിട്ട് ദേവുക കട്ടിലിൽ കയറി അതിഥിയോട് ചേർന്ന് കിടന്നു. നീ എന്താ ട്രിപ്പ് പോയിട്ട് നേരത്തെ വരുന്നേ? തിങ്കളാഴ്ച രാവിലെ വരുമെന്നല്ലേ പറഞ്ഞത്? അതിഥി ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു. തലവഴി പുതപ്പ് മൂടി കമിഴ്ന്നു കിടന്ന ദേവുക അവരുടെ മാറി മാറിയുള്ള ചോദ്യങ്ങൾ കേട്ടില്ലെന്ന് നടിച്ചു. ദേവു, നീ വല്ലതും പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങണം. സാക്ഷിയുടെ ക്ഷമ നശിച്ചു. അവന് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ട് വേഗം വന്നു. എനിക്കും വയ്യ, ഞാനും കിടക്കുവാണ്. മറിച്ചൊരു ചോദ്യത്തിന് ഇട നൽകാതെ ദേവിക ഉറക്കം നടിച്ചു. സമയം 9 കഴിഞ്ഞിരുന്നു. സാക്ഷി വീണ്ടും ഉറങ്ങാൻ കിടന്നപ്പോൾ അതിഥി ഫോണുമായി റൂമിന് പുറത്തിറങ്ങി. ദേവിക പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ട്രിപ്പിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരോടും പറയാതെ ഇറങ്ങിപ്പോയപ്പോഴേ തിരിച്ചു വരുന്നത് എന്തെങ്കിലും വള്ളി കൊണ്ടാകുമെന്ന് അവൾ അപ്പോഴേ കരുതിയതാണ്. എന്തായാലും ഉറക്കം കഴിഞ്ഞിട്ട് കാര്യം അന്വേഷിക്കാമെന്നവൾ മനസ്സിൽ കരുതി. കുളിച്ച് റെഡിയായി പുറത്തിറക്കി ഇറങ്ങുമ്പോൾ ഹോസ്റ്റലിന് പുറത്ത് അവളെ കാത്തുനിന്ന ശരണ്യനെ അവൾ ദൂരെ നിന്നും അല്പനേരം നോക്കി നിന്നു. ബൈക്കിൽ ചാരി നിന്ന് കണ്ണാടിയിൽ നോക്കി മുടിയും താടിയും ശരിയാക്കിക്കൊണ്ടിരുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. ഇന്നലെ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഹൃദയത്തിലുണ്ടായ അതേ കിതപ്പ് അടുത്തേക്ക് നടക്കുമ്പോൾ അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു. ആദ്യമായി കാണുന്നത് പോലെ എന്ത് പറഞ്ഞ് സംസാരം തുടങ്ങുമെന്നറിയാത്ത ഒരു അങ്കലാപ്പ്. ഒരേ സമയം ഒരുപോലെ പരിചയവും അപരിചിതത്വവും തോന്നുന്ന ഒരാൾ. അല്പം പരിങ്ങലോടെ അവനടുത്തേക്ക് നടന്നു വന്ന അതിഥിയെ കണ്ട് അവൻ കൈവീശി. ആഹാ, സുന്ദരിയായിട്ടുണ്ടല്ലോ.
ഈ കുർത്ത നിനക്ക് നല്ലോണം ചേരുന്നുണ്ട്. ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരാളോടെന്ന പോലെയുള്ള ശരണിന്റെ സംസാരം കേട്ടപ്പോഴേ അവൾക്ക് പകുതി ആശ്വാസമായി. കൂടെയുള്ളവരെ കംഫർട്ടാക്കി വെക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് നിനക്ക്. ഹെൽമെറ്റ് തമ്മിൽ മുട്ടാതെ അവനോട് അല്പം ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. അത് പിന്നെ വേണ്ടേ, കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് ചിലവഴിക്കുന്ന നിമിഷങ്ങൾക്ക് എന്താണ് അർത്ഥമുള്ളത്? ശരീരം മാത്രം നമ്മുടെ മുന്നിൽ വെച്ച് മനസ്സ് മറ്റെവിടെയെങ്കിലും ഒക്കെ സമാധാനം തിരയും. നീ ഇത്ര നന്നായി സംസാരിക്കുമെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത്ര നന്നായി എഴുതുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ സംസാരമെങ്കിലും വേണ്ടേടോ. ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ടിക്കറ്റ് കൗണ്ടറിൽ വരി നിൽക്കുന്നതിനിടെ അവൻ ചോദിച്ചു. ഇല്ല. കാരണം ചോദിക്കരുത്, വന്നില്ല, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാർക്കും പച്ചപ്പും ഹരിതാഭയും ഒന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നിനക്ക് കുറച്ച് ബഹളമില്ലാത്ത സ്ഥലമാവും ഇഷ്ടമെന്ന് കരുതി, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. എന്തേ, നിനക്കിഷ്ടമായില്ലേ? ചില മനുഷ്യരുടെ ഇമോഷൻസിലും ആക്ടിലുമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലേ? അതേ അവസ്ഥയിലേക്കാണ് ഇവിടെ ഈ ഗാർഡനെയും മാറ്റി വെച്ചിരിക്കുന്നത്. അതിഥി, നിനക്കെന്താ ഈ മനുഷ്യന്മാരോടൊക്കെ സ്ഥായിയായ ഒരുതരം വെറുപ്പ്? വെട്ടിയൊതുക്കിയ ബുഷുകൾക്ക് നടുവിൽ കല്ലുപാകിയ ചെറിയ വഴിയിലൂടെ മുന്നിൽ നടന്ന അതിഥിയെ ശരൺ പിടിച്ചു നിർത്തി. വാ, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. അതിഥി ആളൊഴിഞ്ഞ ഒരിടത്തിനായി ചുറ്റും നോക്കി. ക്ലാസ് കട്ട് ചെയ്ത് പ്രണയിക്കാൻ ഇറങ്ങിയ കുട്ടികളാണ് അവിടെ മുഴുവൻ. മരച്ചുവട്ടിലിരുന്ന് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന കപ്പിളിനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ശരണിനെ തുറച്ചു നോക്കി അവൾ മുന്നോട്ട് നടന്നു. എടോ പറ, നിനക്ക് ഈ മഹാദേവിനെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമല്ലേ? നിനക്ക് സുഹൃത്തുക്കൾ ആരുമില്ലേ? ഉണ്ടല്ലോ, ഒരുപാട്. പക്ഷേ ഈ ഹൃദയത്തിന്റെ സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയാൻ ഒരേ ഒരാളേ ഉള്ളൂ, ലയ. എൻ്റെ ഡിഗ്രി സമയത്ത് എനിക്ക് 3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടന്ന ഒരു സൗഹൃദം. പെട്ടെന്നൊരു വൈകുന്നേരം അവർ 3 പേരും എനിക്ക് ആരുമല്ലാതായി. ഞാൻ എത്ര പറഞ്ഞിട്ടും എന്നെ കേൾക്കാൻ അവർ തയ്യാറായില്ല. 19 വയസ്സുള്ളൊരു പെൺകുട്ടി തന്റെ സുഹൃത്തുക്കൾക്ക് പിറകെ കരഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാൻ അപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ നീ ഒന്ന് ഓർത്തു നോക്കൂ. എന്നിട്ടും ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമില്ലെന്ന ഒറ്റ വാക്കിൽ അവളെ തള്ളിക്കളയുന്നത്. വർഷങ്ങൾക്കിപ്പുറം സത്യം മനസ്സിലാക്കി അവർ മാപ്പ് പറഞ്ഞിടയ്ക്കൊക്കെ സംസാരിക്കുമെങ്കിലും ഞാൻ ഇപ്പോഴും എൻ്റെ ചില രാത്രികളിൽ ആ വൈകുന്നേരം സ്വപ്നം കണ്ട് ഞെട്ടിയുണരാറുണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? എടോ സോറി, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അതിഥിയുടെ മുഖം വല്ലാതായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അല്പം പരുങ്ങലോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇതാ ഞാൻ പറഞ്ഞ് എന്നെക്കുറിച്ച് അധികം ചോദിക്കേണ്ട, അറിയണ്ടാന്ന്. എനിക്ക് പറയാൻ ഇതുപോലെ കുറേ സങ്കടങ്ങളെ ഉണ്ടാവും. വാ, നമുക്ക് ഐസ്ക്രീം വാങ്ങാം. അവൾ അവന്റെ കൈ വിടുവിച്ച് അടുത്തുണ്ടായ കടയിലേക്ക് വേഗത്തിൽ നടന്നു. ഒരു ബട്ടർ സ്കോച്ച്, നിനക്കെന്താ വേണ്ടേ? അവൾ ചോദിക്കുന്ന മുൻപേ അവൻ 2 ബട്ടർ സ്കോച്ച് കയ്യിലെടുത്തു കഴിഞ്ഞിരുന്നു. നിനക്കെങ്ങനെ അറിയാം എനിക്കിതാ ഇഷ്ടമെന്ന്? ഒരു ദിവസം കൊണ്ട് 100 പേജുള്ള ഡയറി വായിച്ച് തീർത്ത പരിചയമുണ്ടല്ലോ. അവൻ അവളെ നോക്കി കണ്ണിറുക്കി. ഓഹോ, എനിക്കിപ്പോഴും ആ ദേഷ്യം മാറിയിട്ടില്ല. നീ എന്നെ അത് ഓർമ്മിപ്പിക്കാതെ ഇരിക്കുന്നതാവും നിനക്ക് നല്ലത്, അവൾ അല്പം കനപ്പിച്ചു പറഞ്ഞു. എടോ, അപ്പോൾ ലയെ എവിടുന്ന് കിട്ടി? ലയെ പറ്റിയും ഡയറി വായിച്ചു കാണുമല്ലോ. വായിച്ചു, പക്ഷേ എവിടുന്ന് കിട്ടി എന്നതിന്റെ ഉത്തരം കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ 3 പേർ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഏറെ എന്നെ മാറ്റി. ചിരിക്കാൻ പോലും മറന്നുപോയ കോളേജ് ജീവിതത്തിനിടയ്ക്കാണ് ട്രാൻസ്ഫറായി എന്റെ ക്ലാസ്സിലേക്ക് ലയ വരുന്നത്. എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന ഡയലോഗൊക്കെ ഞാൻ അവളോടും പണ്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് അതിന് അവൾ തിരിച്ച് സെന്റി ഡയലോഗ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ കൂടെയുണ്ടാവും എന്ന വാക്ക് തരാതെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് ഒരു നല്ല സുഹൃത്താണോ എന്നെനിക്കറിയില്ല. പക്ഷേ അവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഞാനും വാക്ക് പറയാതെ ജീവിച്ചു കാണിച്ചു തന്നാൽ മതിയോ? നീ പറ്റാവുന്ന സ്ഥലത്തെല്ലാം കയറി ഗോളടിക്കുന്നുണ്ടല്ലോ. നീ ഒന്നും കാണിക്കേണ്ട. അവൾ അവനെ തള്ളി മാറ്റി മുന്നോട്ട് നടന്നു. തിരിച്ചു പോകുമ്പോൾ ട്രാഫിക്കിൽ വണ്ടി നിർത്തിയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. സിഗ്നൽ വീണാൽ പിറകെയുള്ള വണ്ടിക്കാരുടെ മുഴുവൻ തെറി കേൾക്കുന്നതും ആലോചിച്ച് വിഷമിച്ചു നിന്ന അവൾക്കരികിലേക്ക് കയ്യിൽ ഓർക്കിഡ് പൂക്കളുമായി ഓടി വന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. നിനക്കെന്താ വട്ടാണോ? സിഗ്നൽ വല്ലതും വീണ്ടിരുന്നേൽ ഈ പിറകിലുള്ളവരുടെ തെറി മുഴുവൻ ഞാൻ കേട്ടേനെ, അവൾ അവന്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വരുമ്പോൾ വാങ്ങണമെന്ന് കരുതിയതാ, പക്ഷേ അവിടെ ഓർക്കിഡ് ഉണ്ടായില്ല. അതെന്താ, നീ പെൺകുട്ടികൾക്ക് ഓർക്കിഡ് മാത്രമേ വാങ്ങിക്കൊടുക്കൂ? അല്ലെങ്കിലും ഇനി എപ്പോ കാണാൻ വരുമ്പോഴും നീ പൂവും വാങ്ങിയാണോ വരാൻ പോകുന്നേ? സ്നേഹിക്കുന്ന പെണ്ണിന് ഒരു പൂവെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് കാമുകനാടോ? എപ്പോഴും വാങ്ങുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ
എനിക്ക് പറ്റുന്ന കാലത്തോളം വാങ്ങും. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഓർക്കിഡ് വാങ്ങിയത് അന്ന് വൈകുന്നേരം നിനക്ക് വേണ്ടിയാണ്. ജീവിതത്തിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സിൽ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമായാണ് ഓർക്കിഡിനെ കാണുന്നത്. എനിക്കിതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ മൊമെന്റ്സ് ആണ്. അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ ചിരിക്കുന്ന തന്റെ മുഖം കണ്ണാടിയിലൂടെ അവൻ കാണണ്ടെന്ന് കരുതി അവൾ അല്പം മാറിയിരുന്നു. ഇത്രയുമാണ് ഭാഗം 15. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി ഇത്രയും നേരം ഇത് വീഡിയോ കേട്ടിരുന്നതിന്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളാകാം, അല്ലേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകാം. ഞാൻ വളരെ എക്സൈറ്റ്മെന്റിലൂടെയാണ് ഈ ഓരോ പേജും വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ നോവൽ വായിക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് തന്നെയാണ് റെക്കോർഡ് ചെയ്തിടുന്നത്. ഞാൻ നേരത്തെ ഇത് വായിച്ചിട്ടില്ല. അതിൽ ഓരോന്നും ഞാൻ വായിക്കുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആണ്. അവതരണ രീതി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ വായിക്കുന്നത്. അത് എത്ര പേർക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻസിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ എനിക്ക് വ്യൂസ് ഒക്കെ ചിലപ്പം 400, 200, 300 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അന്നേരം അത്ര നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ തന്നിട്ട് പോകും കേട്ടോ. അന്നേരം കമൻറ്റിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പേരോടെ മെൻഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ചില യൂസർ IDs നമുക്ക് ചിലപ്പം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അന്നേരം നമുക്കത് വായിച്ചെടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അന്നേരം നിങ്ങളുടെ പേരുടെ മെൻഷൻ ചെയ്താൽ കമൻസ് ഞാൻ എന്തായാലും വായിക്കുമ്പോൾ ഞാനത് മെൻഷൻ ചെയ്തേക്കാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സൈനിങ് ഓഫ്, ആമി.